ഇന്ത്യയിൽ പുതിയ ഐഫോൺ മേടിക്കാൻ ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ വീഡിയോ ആണിത്. ചില ആളുകൾ തലേ ദിവസമേ വന്ന് ക്യൂയിൽ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം ഐഫോൺ മേടിച്ചുകൊണ്ട് പോകുന്നു. ചില സ്ഥലങ്ങളിൽ ക്യൂ തെറ്റിച്ചതിന്റെ പേരിൽ കൂട്ടത്തല്ല് നടക്കുന്നു. ശരിക്കും ഈ ക്യൂ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും 1.5 ലക്ഷം രൂപയുടെ ഐഫോണൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇന്ത്യയിൽ 25,000 രൂപ കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഒരാളാണെങ്കിൽ ടോപ്പ് 10% റിച്ചസ്റ്റ് കാറ്റഗറി പെടും. അതായത് ഇന്നും നമ്മുടെ നാട്ടിൽ 90% ആളുകളുടെ സാലറി 25,000 രൂപയിൽ താഴെയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് കഴിഞ്ഞ വർഷം മാത്രം ആപ്പിൾ 1.25 കോടി ഐഫോൺസ് വിറ്റത്. ഇന്ത്യയിൽ ഇത്ര അധികം ഐഫോൺസ് വിൽക്കാൻ ഒരൊറ്റ കാരണേ ഉള്ളൂ, EMI. കഴിഞ്ഞ വർഷം 70% ഐഫോൺസ് വിറ്റതും EMIയിലായിരുന്നു. ഇന്ത്യയിൽ ഈ EMI ഒക്കെ വന്നതിന് ശേഷമാണ് പല സാധനങ്ങളും ആളുകൾക്ക് വാങ്ങാൻ തന്നെ പറ്റി തുടങ്ങിയത്. പക്ഷെ ഇന്ന് അതേ EMI തോന്നിയ പോലെ യൂസ് ചെയ്ത് ആളുകൾ കടക്കെണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കടക്കെണി. ക്രെഡിറ്റ് കാർഡ് ട്രാപ്പുകൾ നമുക്ക് ജീവിതത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുമെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചാലും ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരാം. ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റൽ എമർജൻസി, അർജന്റായിട്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ്, ഒരു സർജറി, ഇതൊക്കെ ചെയ്യേണ്ടി വന്നാലും ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. മാത്രമല്ല ഇപ്പൊ ചെറിയൊരു അസുഖം വന്നാൽ പോലും ഏതാനും കുറച്ച് ദിവസം ആശുപത്രി കിടന്നാൽ പോലും 10,000 കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് മികച്ച ചികിത്സ ലഭിക്കാവുന്ന പല വഴികളും ഇന്ന് അവൈലബിൾ ആണ്. അതിന് മാസം 400-500 പോലത്തെ ചെറിയ പൈസ മുടക്കി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇനി ഏത് കമ്പനിയുടെ ഏത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കണം എന്നാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് 51 ഇൻഷുറൻസ് കമ്പനികളുടെ വിവിധ പ്ലാനുകളും അതിന്റെ ഫീച്ചേഴ്സും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ചൂസ് ചെയ്യാൻ പറ്റും. 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ എടുക്കാം, അതും 25% വരെ ഡിസ്കൗണ്ടോട് കൂടി. അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹെൽത്തി ആണെന്ന് വെച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നാളെ നിങ്ങൾക്കൊരു അസുഖം വന്നതിന് ശേഷം നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കവറേജും കിട്ടില്ല. മാത്രമല്ല ചില അസുഖങ്ങൾക്ക് 2-3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് ബുദ്ധി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റിലുള്ള ലിങ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR സ്കാൻ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ശീലം പറയാം. എൻ്റെ പേഴ്സിൽ ഒരു 500 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് കൃത്യം കണക്കുണ്ടോ. ഈ 500 രൂപയുടെ നോട്ട് ഒരു കടയിൽ കൊടുത്ത് മാറാൻ മടിയാണ്. കാരണം അത് മാറി ചില്ലറയാക്കിയ പിന്നെ എങ്ങനെ ചെലവായി പോകുന്നതെന്ന് ദൈവത്തിനറിയാം, യാതൊരു കണക്കുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. കാരണം ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. പലപ്പോഴും ചെറിയ ട്രാൻസാക്ഷൻസ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ പോലും ചെയ്യപ്പെടാറില്ല. അതുപോലെ തന്നെ ഹ്യൂമൻ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബിഹേവിയർ ആണ് നമ്മൾ റെഡി ക്യാഷ് കൊടുത്തൊരു സാധനം മേടിക്കുകയാണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കും. ഈ സാധനം ഇപ്പോൾ അത്യാവശ്യമാണോ, ഈ പ്രൊഡക്റ്റ് വാല്യൂ ഫോർ മണി ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ MIT നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ രീതിയിലല്ല. കാരണം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നൊരു ഫീലില്ല. ഈ ഫീൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ഗിൽറ്റ് ഫ്രീ ആയിട്ടും ഇമ്പൾസീവ് ആയിട്ടും സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, അതും ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും. അതായത് ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് ബൈ നൗ പേ ലേറ്റർ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ ആളുകൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കും. ഈ ഹ്യൂമൻ സൈക്കോളജി ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ബാങ്കുകൾ ഫ്രീ ആയിട്ട് ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കാൻ തുടങ്ങി. 1958 ബാങ്ക് ഓഫ് അമേരിക്കയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മോഡേൺ ക്രെഡിറ്റ് കാർഡുകൾ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത്. അവർ 60,000 കസ്റ്റമേഴ്സിന് വിത്തൗട്ട് എനി ആപ്ലിക്കേഷൻ ഈ ക്രെഡിറ്റ് കാർഡുകൾ മെയിൽ വഴി അയച്ചു കൊടുത്തു. അവരുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തു. ബൈ നൗ പേ ലേറ്റർ സ്കീമിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ തുടങ്ങി. പിന്നീട് അമേരിക്കയിലെ പല ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്തു. ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്ത് സാധനം മേടിച്ച് പൈസ തിരിച്ചടയ്ക്കാത്ത ആളുകളിൽ നിന്ന് കിട്ടുന്ന പലിശ ബാങ്കുകളുടെ ഒരു വലിയ വരുമാനമായിട്ട് മാറി. 1990s ഒക്കെ ആയപ്പോഴേക്കും അമേരിക്കയിലെ ബാങ്കുകളുടെ ലാഭത്തിന്റെ 25% വരുന്നത് ഈ ക്രെഡിറ്റ് കാർഡ്സിൽ നിന്ന് മാത്രമായി. ഇന്ന് അമേരിക്കയിലെ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് $1 ട്രില്യൺ കൂടുതലാണ്. ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളേഴ്സാണ് അമേരിക്കൻ ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കിട്ടുന്നത്. അമേരിക്കയിൽ ക്രെഡിറ്റ് കാർഡ്സ് സക്സസ്ഫുൾ ആയപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യയിലും എത്തി. 2011 ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് 2 കോടി ക്രെഡിറ്റ് കാർഡ്സ് ആണ്. 2019 ആയപ്പോഴേക്കും അത് 5.5 കോടിയായി. ഇന്ന് ഇന്ത്യയിൽ 11 കോടി ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. ഡാറ്റ പ്രകാരം ഇന്ത്യയിലെ 11 കോടി ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൽ 35% ആളുകൾ മാത്രമേ എല്ലാ മാസവും കൃത്യമായിട്ട് ബില്ല് തിരിച്ചടക്കുന്ന ആൾക്കാരുള്ളൂ. 25% ആളുകൾ റിവോൾവർ കാറ്റഗറി പെട്ടതാണ്. അതായത് അവർ മിനിമം എമൗണ്ട് മാത്രമേ തിരിച്ചടയ്ക്കുന്നുള്ളൂ. 40% ആളുകൾ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു.
ഈ ടെൻഡൻസി ഒക്കെ കാരണം ഇന്ത്യയിലെ നല്ലൊരു പങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സും കടക്കെണിയിൽ പെട്ടുപോവുകയാണ്. അൺഒഫീഷ്യൽ ഡാറ്റ പ്രകാരം ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന 4 പേരിൽ ഒരാൾ ഓൾറെഡി ഡെറ്റ് ട്രാപ്പിൽ പെട്ടു. ഇതിൽ മെജോറിറ്റിയും യങ്സ്റ്റേഴ്സ് ആണ്. ഇത് ക്രെഡിറ്റ് കാർഡിന്റെ മാത്രം കണക്കാണ്. മറ്റ് ബൈ നോ പേ ലേറ്റർ ആപ്പുകളും പേഴ്സണൽ ലോൺ ആപ്പുകളുടെ ഒക്കെ കണക്ക് നോക്കിയാൽ ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സ് എടുത്തു കൂട്ടുന്ന കടത്തിന്റെ കണക്ക് ഭയാനകമാണ്. ശരിക്കും ഈ ലോണും കടവും ഒന്നും ഒരു മോശം വസ്തുവല്ല. കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഒരാളെ സാമ്പത്തികമായിട്ട് വളരാൻ ഇത് സഹായിക്കും. പല ആളുകളും ലോൺ എടുത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയത്. നമ്മുടെ പാരൻസ് ഒക്കെ വീട് പണിയാനും കാറ് മേടിക്കാനും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ടോ? നിങ്ങളിൽ പലർക്കും ലോൺ ഉണ്ടോ? ലോൺ ഒരു മിഡിൽ ക്ലാസ് ആളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് ഈ ക്രെഡിറ്റ് കാർഡും ബൈ നോ പേ ലേറ്റർ ആപ്പുകളും പേഴ്സണൽ ലോൺ ആപ്പുകളൊക്കെ കാരണം ആളുകൾ ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ തോന്നിയ പോലെ സാധനങ്ങൾ മേടിച്ചു കൂട്ടി കടം വരുത്തി വെക്കുകയാണ്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു മേഖലയാണ് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ പോലത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് ആണ് EMI. 1 ലക്ഷം രൂപയുടെ ഫോണൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് പക്ഷെ ആ ഫോൺ EMIന് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മേടിക്കും. EMI കാരണം ആളുകൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നു, സെയിൽസ് ബൂസ്റ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ സൈറ്റ്സിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേജിൽ നിങ്ങൾ പോയാൽ ആ പ്രൊഡക്റ്റിന്റെ ഒറിജിനൽ പ്രൈസ് ചെറിയ അക്ഷരത്തിലും EMI വഴി നിങ്ങൾ അടയ്ക്കേണ്ട പൈസ വലിയ അക്ഷരത്തിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. കാരണം ആ പേജ് ആദ്യം കാണുമ്പോൾ തന്നെ അതിന്റെ വില നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആവാതെ EMI വേണം ആളുകളുടെ മനസ്സിൽ രജിസ്റ്റർ ആവാൻ. എന്നാലേ ആളുകൾ കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യും. ഒരു പ്രൊഡക്റ്റിന്റെ ചെറിയ EMI കാണുമ്പോൾ അത് മേടിക്കും, വേറൊരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ അവിടെയും ചെറിയ EMI അത് മേടിക്കും. അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പ്രൊഡക്ട്സ് മേടിച്ചു കൂട്ടി അവസാനം ഈ മേടിച്ച ആൾ പോലും അറിയാതെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറേണ്ടോ. ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് യൂസേജിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ടയർ 1 സിറ്റീസിനേക്കാളും ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിലെ യൂസേജ് കൂടുതലാണ്. കഴിഞ്ഞ വർഷം ടയർ 1 സിറ്റീസിൽ 27% മാത്രം ക്രെഡിറ്റ് കാർഡിന്റെ യൂസേജ് കൂടിയപ്പോൾ ടയർ 3 സിറ്റീസിൽ കൂടിയത് 175%. വർഷം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് നടത്തുന്ന ആളുകളുടെ എണ്ണം ടയർ 3 സിറ്റീസിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 4 ഇരട്ടിയായി. പെട്ടെന്നുണ്ടായ ഈ ക്രെഡിറ്റ് പെൻട്രേഷനാണ് ഒരർത്ഥത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്ന രീതിയിലേക്ക് ഒരു സ്പെൻഡിങ് കൾച്ചർ ആളുകളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നതിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് സോഷ്യൽ മീഡിയ ഫ്ലെക്സ് കൾച്ചർ. ഇന്ന് പല ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നത് ആവശ്യത്തിന് വേണ്ടിയല്ല, സോഷ്യൽ മീഡിയ വാലിഡേഷന് വേണ്ടിയാണ്. ഐഫോൺ മേടിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകൾക്കും അത് അഫോർഡ് ചെയ്യാനുള്ള വരുമാനമില്ല, അതുകൊണ്ടുള്ള ആവശ്യമില്ല. പക്ഷെ അത് മേടിച്ച ഐഫോൺ ഉണ്ടെന്ന് ഫ്ലെക്സ് ചെയ്യാം, അതുകൊണ്ട് EMIയിലായാലും അത് മേടിക്കും. EMI സ്കീംസ് മാത്രമല്ല, ഐഫോൺ റെന്റിന് പോലും അവൈലബിൾ ആയിട്ടുള്ള സ്കീമുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ബൈറ്റ് പേ. ഇവരുടെ അടുത്ത് നിങ്ങൾ ഐഫോൺ മേടിച്ചാൽ മന്ത്ലി ഒരു ചെറിയ പേയ്മെന്റ് കൊടുക്കണം. പക്ഷെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം പുതിയ ഐഫോൺ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പഴയ ഫോൺ കൊടുത്താൽ പുതിയ ഫോൺ കിട്ടും. ആ പേയ്മെന്റ് കണ്ടിന്യൂ ആണെന്ന് മാത്രം. അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ നിങ്ങൾക്ക് ഐഫോൺ സ്വന്തമാക്കാം. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ സ്വന്തമായിട്ട് EMIയിൽ ഐഫോൺ മേടിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഇതൊക്കെ. പക്ഷെ എന്നാലും എല്ലാ വർഷവും പുതിയ പുതിയ ഐഫോൺ ഫ്ലെക്സ് ചെയ്യാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആളുകൾ ഈ സ്കീമിലൊക്കെ ചേർന്ന് ഐഫോൺസ് മേടിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ ഫ്ലെക്സ് കൾച്ചറിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് കോൾഡ് പ്ലേ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ കോൾഡ് പ്ലേ വേവ്. കോൾഡ് പ്ലേ എന്താണെന്നോ അവരുടെ ഒരു പാട്ട് പോലും കേൾക്കാത്ത ആളുകൾ അന്ന് പെട്ടെന്ന് കോൾഡ് പ്ലേ ഫാൻസായി. അവർ സോഷ്യൽ മീഡിയയിലെ സ്റ്റോറീസും സ്റ്റാറ്റസും ഒക്കെ ഇട്ടു. Singing Coldplay stuff. Yes. Yes. Name any 2 members from Coldplay. Yeah, you can't say. Chris Brown. Yeah, Chris Brown. That's all I know. സ്റ്റാൻലി മഗ്ഗുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ റീസെന്റ് വൈറലായ ലബൂബു ഡോൾസ് ഒക്കെ ആളുകൾ മേടിച്ചു കൂട്ടിയത് ആവശ്യം ഉണ്ടായിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ തോന്നിയ പോലെ സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ വില എത്രയാണെന്നോ EMI എത്രയാണെന്നോ ഇനി എത്ര EMI ബാക്കിയുണ്ടെന്നോ ഈ മേടിച്ച ആൾക്ക് പോലും മനസ്സിലാവാത്ത അവസ്ഥ. ആകെ അറിയാവുന്നത് ഫൈനലായിട്ട് മാസാമാസം വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ലിലെ വലിയ എമൗണ്ട്. ആ ബില്ല് പോലും നോക്കി എന്താണ് മേടിച്ചതെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ പല ക്രെഡിറ്റ് കാർഡ്സിന്റെ ബില്ലുകൾ വരുമ്പോൾ മൊത്തം ഫൈനാൻഷ്യൽ പ്ലാനിങ് തെറ്റും. അങ്ങനെ ശമ്പളത്തിന്റെ ഒരു മേജർ പങ്കും ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടി മാത്രം ചിലവാകും. എന്തെങ്കിലും ഒരു പ്രാവശ്യം ടൈറ്റ് വരുമ്പോൾ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് പൈസ എടുത്ത് ഇവിടെ അടയ്ക്കും, ഇവിടെ നിന്ന് പൈസ എടുത്ത് വേറൊരു സ്ഥലത്ത് അടയ്ക്കും. ഇങ്ങനെ റോളിംഗിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ചങ്ക് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടോ? എന്നീ റോളിംഗ് പൊളിയണോ അന്ന് മിനിമം എമൗണ്ട് മാത്രം അടയ്ക്കും. അവിടെ നിന്ന് സ്റ്റാർട്ട് ആവും ക്രെഡിറ്റ് കാർഡിന്റെ പലിശക്കളി. 60 രൂപ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? ഇല്ല. മാല അത് ശരി. അപ്പൊ കാശ് മാത്രം കയ്യിലില്ലല്ലേ? സ്നോബോൾ എഫക്റ്റ് എന്ന് പറയും. 30-50% ഇടയിലൊക്കെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ പലിശ. മാസം കഴിയുന്തോറും ഈ പലിശ പെരുകി അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കടക്കെണിയിൽ ആൾ പെട്ടുപോകും.
ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ സാധാരണക്കാരെ പെട്ടുപോകാനുള്ള ഒരു കാരണം ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതാണ്. ക്രെഡിറ്റ് കാർഡ് ബാങ്കുകളെ സംബന്ധിച്ച് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരത് മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കും. നമ്മളെ ഇങ്ങോട്ട് ഫോം വിളിച്ച് പ്രീ അപ്രൂവ്ഡ്, ലൈഫ് ടൈം ഫ്രീ, യാതൊരുവിധ ഇൻകം സർട്ടിഫിക്കറ്റും വേണ്ട എന്നൊക്കെ പറഞ്ഞത് സെല്ല് ചെയ്യും. ഇതിനെപ്പറ്റി രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആളുകൾ സന്തോഷത്തോടുകൂടി ആ കാർഡ് മേടിക്കുകയും ചെയ്യും. ഈ കാർഡ് എടുക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കുമോ, ഈ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ എത്ര ശതമാനമാണ് പലിശ ചാർജ് ചെയ്യുന്നത് എന്ന് പോലും ചോദിക്കില്ല. നിങ്ങളുടെ പലരുടെയും കയ്യിൽ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടാവില്ലേ? നിങ്ങളുടെ ബാങ്ക് എത്ര ശതമാനമാണ് പൈസ തിരിച്ചടക്കാതിരുന്നാൽ പലിശ ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? പലിശയുടെ കാര്യം പോട്ടെ, മിനിമം എമൗണ്ട് ഡ്യൂവും ടോട്ടൽ എമൗണ്ട് ഡ്യൂവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാതെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളാട്ടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പോലെയാണെന്ന് തെറ്റിദ്ധരിച്ച് ATM മെഷീനിൽ കൊണ്ടിട്ട് അതിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ 36 മുതൽ 48% വരെയൊക്കെയാണ് പലിശ ചാർജ് ചെയ്യുന്നത്. ഇനി വേറൊരു പരിപാടി പറയട്ടെ, സ്വയം ATM നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പൈസ വിഡ്രോ ചെയ്താൽ ഇത്രയും പലിശ കൊടുക്കേണ്ടി വരും. പക്ഷേ അതിന് പകരം കടകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത POS മെഷീൻസ് ഉപയോഗിച്ച് ഇല്ലീഗലായിട്ട് ക്യാഷ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ പൈസ എടുത്തു തരുന്ന സർവീസസും ഇപ്പോൾ പോപ്പുലറാണ്. പല സിറ്റീസിലും ഇപ്പോൾ ഇങ്ങനെ ക്യാഷ് ഓൺ ക്രെഡിറ്റ് കാർഡിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണാം. ക്യാഷിനൊക്കെ ആവശ്യം വരുമ്പോൾ ഇതിന്റെ ഒതന്റിസിറ്റിയോ ആഫ്റ്റർ എഫക്ട്സോ ഒന്നും നോക്കാതെ പോയി എല്ലാ വള്ളിക്കേസും പിടിക്കും. അവസാനം ഡെറ്റ് ട്രാപ്പിലാവുകയും ചെയ്യും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പൈസ തിരിച്ചടയ്ക്കാതെ സിബിൽ സ്കോർ ഒക്കെ പോയി ഭാവിയിൽ ബാങ്കിൽ ചെന്ന് വേറെ ഏതെങ്കിലും ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴായിരിക്കും ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് തന്നെ ചില ആളുകൾ മനസ്സിലാക്കുന്നത്. ബൈ നോ പേ ലേറ്റർ ആപ്പുകളുടെയും പേഴ്സണൽ ലോൺ ആപ്പിന്റെ ഒക്കെ കേസിൽ സംഭവിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. EMIയും ക്രെഡിറ്റ് കാർഡ്സും പേഴ്സണൽ ലോണൊക്കെ മോശമാണെന്നോ അതൊന്നും ഉപയോഗിക്കരുതെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്താൽ അതുവഴി സാമ്പത്തിക ഉയർച്ചയും ബെനിഫിറ്റ്സും റിവാർഡ് പോയിന്റ്സ് ഒക്കെ കിട്ടും. ഗുഡ് EMI ഏതാ ബാഡ് EMI ഏതാന്ന് മനസ്സിലാക്കാതെ ടെമ്പററി സാറ്റിസ്ഫാക്ഷനും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ലക്ഷറിക്കും വേണ്ടി ഈ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പ്രശ്നം. പ്രോപ്പർ സേവിങ്സോ എന്തിന് ഹെൽത്ത് ഇൻഷുറൻസ് പോലും എടുക്കാതെയാണ് ആളുകൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത 1.5 ലക്ഷം രൂപയുടെ ഫോണൊക്കെ EMI വഴി എടുക്കുന്നത്. സോഷ്യൽ മീഡിയയും പിയർ പ്രഷറും കാരണം നമ്മുടെ സൊസൈറ്റിയിലെ ഒരു സെക്ഷന്റെ പ്രയോറിറ്റി തന്നെ മാറിപ്പോകുന്നു. 2019 ഇന്ത്യയിൽ വെറും 88,000 കോടിയോളം മാത്രം ഉണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ഇപ്പം 3 ലക്ഷം കോടിയുടെ അടുത്ത് എത്തി നിൽക്കുകയാണ്. മാത്രമല്ല 2024 ക്രിഫിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിൽ മെജോറിറ്റി ആളുകളും 30 വയസ്സിന് താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ പെട്ടുപോകുന്നതിൽ മെജോറിറ്റിയും 25-30 വയസ്സിനിടയിലുള്ള ആളുകളാണ്. നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലോ ഇങ്ങനത്തെ ഡെറ്റ് ട്രാപ്പിൽ അകപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ ഫൈനാൻസ് ഒക്കെ ഓർഡറിലാക്കാം എന്നതിനെ പറ്റി ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. അത് കണ്ട് ഫൈനാൻസസ് ശരിയാക്കാൻ ശ്രമിക്കണം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെന്റൽ സ്റ്റെബിലിറ്റിയുടെ ഒരു കോർണർ സ്റ്റോൺ ആണ്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകില്ല എന്ന സത്യം മനസ്സിലാക്കി താൽക്കാലിക സന്തോഷങ്ങൾക്ക് പുറകെ പോയി ലോങ് ടേമിൽ മാനസിക സമ്മർദ്ദം വരുത്തി വയ്ക്കരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും പൈസ ചെലവാക്കുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് അത് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ടോപ്പ് 51 കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് പ്ലാൻ 25% വരെ ഡിസ്കൗണ്ടിൽ മേടിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്.